വീട് തിരിക്കാത്ത വീട് തിലക്കാത്ത. കുടിക്കൂ. പ്രഭയ്ക്കറിയാമല്ലോ, സാമാന്യം ഭംഗിയായി തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കുണ്ട്. ഒരിക്കലും ഒരു ജോലിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തെയും നോക്കാനായി. അവർ കാര്യപ്രാപ്തിയുള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാൻ വന്നു. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്തെന്ന്. കെട്ടി. ആട്ടെ, പ്രഭ എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിനു മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ചു പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ച് പറഞ്ഞത്? പറയൂ. അത് പോട്ടെ. പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്. എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഇനി എനിക്ക് കേൾക്കാമല്ലോ. ഇഷ്ടം പോലെ. ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടമല്ല. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിക്കും. എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ? ഏതാണ് പ്രഭയ്ക്ക് ഇഷ്ടം? അങ്ങനെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്. എങ്കിലേ എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. സിന്ധുമോളെ കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ നമുക്കൊന്ന് പോകാം. നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? സാരമില്ല, ഞാൻ അവധി എടുക്കാം. ശരി, രാവിലെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി. അയ്യോ, ദേ എന്റെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഹായ്. ഹനുമൂൺ ആഘോഷിക്കാൻ വന്നായിരിക്കല്ലേ? എന്തോടെ? പോട്ടെ, പിന്നെ പരിചയപ്പെട്ടോളാം. 5:30 മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധു മോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്കോ? ഒറ്റയ്ക്കങ്ങ് പോയേച്ചാ മതി. അതെന്താ പ്രഭേ, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ വരാൻ വേറൊരുത്തി ഉണ്ടല്ലോ. ആ പാർക്ക് വെച്ച് കണ്ടില്ലേ? അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടിന്. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ? അയ്യോ, എനിക്ക് വരുന്നുണ്ട് കഴിയോ. ഹോസ്പിറ്റലിലെ നേഴ്സ് നോക്കി നിൽക്കെ. എന്റെ കണ്ണും ഉപയോഗിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി. പ്രഭേ, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല. പ്രഭേ, ദയവ് ചെയ്ത് നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കൂ.
പൊന്നും കുടത്തിന് പൊട്ട് വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ട് കൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് ഫ്ലാസ്കിൽ കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വിളമ്പി തരാം, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ചുമക്കുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? ആയേ. ആ, നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ടിരുന്നാട്ടെ. ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ, പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാ. ഞാൻ സെക്രട്ടറി, ഗജാൻജി പ്രസിഡന്റ്. കേട്ട് കാണും. പാറേക്കാട്ട് ബാലകൃഷ്ണപിള്ള. ഇല്ല, ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ. സംഭാവനയ്ക്കായിരിക്കും. ഏയ്, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാവുന്നതല്ലേ ഉള്ളൂ. ഓ, ആ, മിസ്റ്റർ രവിപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ ഐകകണ്ഠമായ തീരുമാനം. സന്തോഷം. ചായ. 751 രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതാ 101 രൂപ അഡ്വാൻസ്. ആ, പിന്നെ മിസ്റ്റർ രവിപ്രസാദിനോട് എല്ലാം തുറന്നു പറയണമല്ലോ. ഓ, 501 രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം. അതാ അതിന്റെ കീഴ്വഴക്കം. പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുക എന്നൊരു മഹാഭാഗ്യമാ. യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിപാടി പൊടി പൊടിക്കണം. ഓ, പിടിക്കാം. നിങ്ങൾ എന്തിനീ പരിപാടി നടത്താമെന്ന് ഏറ്റത്? അഡ്വാൻസ് അവർ തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓട്ടെ പ്രഭേ, കയ്യിൽ നൽപ്പം ചിലവായാലും നല്ലൊരു സ്റ്റേജാ കിട്ടിയിരിക്കുന്നത്. നീ നോക്കിക്കോ, ഞാൻ ഒരു കലക്കം. ഇപ്പോഴേ തുടങ്ങിയല്ലോ ചുമ. കുട്ടി ഏതാ? ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. സുജാതി എന്ന പേര്. എന്ത് വേണം? ഞാൻ ചേട്ടന്റെ ഗാനമേള കേൾക്കാനുണ്ടായിരുന്നു. ഓ, എത്ര നന്നായി പാടി തുടങ്ങിയതാ. കഷ്ടമായി പോയി. എന്ത് ചെയ്യാൻ സുജാതെ, ആ നശിച്ച ചുമ. ചേട്ടന്റെ പാട്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. സുജാത എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ ചേട്ടൻ ഇവിടെ ഇരുന്ന് പാടുന്നത് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ ഇവിടെ വന്ന് ചേട്ടന്റെ ഗാനമേള ബുക്ക് ചെയ്തത്. ആ ജുബായിട്ട് വന്നില്ലേ, അതാ എന്റെ അച്ഛൻ. ഓ, മനസ്സിലായി. ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ്. അതെ. ആ, ചേട്ടാ, അന്ന് ഗാനമേളയ്ക്ക് പാടിയ പാട്ട് ഒന്ന് പാടാമോ? അതിനെന്താ? എങ്കിലും ഒന്ന് പാടൂ. സുജാത അല്പം കഴിഞ്ഞു വരൂ. പ്രഭ അപ്പോഴേക്കും ഇവിടെ വരും. എന്നിട്ട് ഞാൻ പാടാം. അയ്യോ, ആ ചേച്ചിയെ എനിക്ക് പേടിയാ. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് പോലും പ്രഭ ചേച്ചിക്ക് ഇഷ്ടമല്ല. അതല്ലേ ചേച്ചിയില്ലാത്ത നേരം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ പ്രഭയില്ലാത്തപ്പോ ഞാൻ... ചേട്ടാ, പ്രഭ ചേച്ചി വരാൻ ഇനിയും താമസിക്കുമല്ലോ. ആ ഒരു പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത്. ചേട്ടന്റെ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. ശരി, സുജാത അകത്തേക്ക് വരൂ. സംഗീതത്തെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. വന്നാട്ടെ. ആയിരിക്കൂ. ഞാൻ ആദ്യം ഒരു കീർത്തനം പാടാം. അയ്യോ ചേട്ടാ, ആ പാട്ട് മതി. ഏത് പാട്ട്? ആ ചുമപ്പാട്ട്. അയ്യോ, അത് ചുമപ്പാട്ടില്ല. ഞാൻ പാടിയപ്പം ചുമച്ചു പോയതാണ്. ആ, അത് മതി. ഇപ്പൊ ചുമയില്ലാതെ പാടാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ വന്നത്. ശരി, തുടങ്ങാം. ആ പാട്ട് ഇപ്പൊ വേറൊരു ട്യൂണിലാ പാടാൻ പോകുന്നത്. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? പ്രഭ വെറൊരു പാവമാണ്. അയ്യോ ചേട്ടാ, എന്നെ കണ്ട കുഴപ്പമാ. ഞാൻ പുറകുവശത്തോടെ പോയിക്കൊള്ളാം. ഞാൻ പോയി തുറക്കട്ടെ? അയ്യോ വേണ്ട ചേട്ടാ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ചേട്ടനും കുഴപ്പമാ. എന്താ കുഴപ്പം?
കുഴപ്പമുണ്ട് ചേട്ടാ, ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടാ പറയുന്നത്. അയ്യോ. ഓ അങ്ങനെയാണോ? എന്നാൽ ഇവിടെ ആഹാ, ഇന്ന് പ്രാക്ടീസ് ആയിരുന്നോ? ആ പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്കോ? ഇന്നോ? ശരി വെക്കളയാ. നീ പോയി കുളിച്ച് റെഡിയായി വാ. കുളിക്കാനോ? കുളിച്ച് റെഡിയായി വാ. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. സത്യം പറയൂ. പറയാനാ പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞതാ സത്യം. എന്റെ പാട്ട് കേൾക്കാൻ ആ കുട്ടി വന്നത്. അവൾ എന്റെ ആരാധിക മാത്രമാണ്. ആരാധികമാരെ കട്ടിലിനടിയിലെത്തിയാണോ പാട്ട് കേൾപ്പിക്കുന്നത്? അവൾ നീ വന്നപ്പോ പേടിച്ച് കട്ടിനടി കയറി കിടന്നു പോയതാ. മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ? അയ്യോ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മുഖത്ത് നോക്കി കള്ളമേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രവർത്തിക്കും. മടുത്തു, നിങ്ങളടുത്ത് ജീവിതം മടുത്തു. തുറന്നു പറയൂ, ഞാൻ മാത്രം പോരെ നിങ്ങൾക്ക്? എന്റെ പൊന്നുപ്രഭേ, നീ എന്നൊന്ന് വിശ്വസിക്കൂ. എന്റെ പാട്ട് കേൾക്കണമെന്നും പറഞ്ഞു വന്ന അവളെ ഞാൻ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു. അതൊരു തെറ്റാണോ? അവൾ നിന്നെ പേടിച്ച ആ കട്ടിൽ അടിയിൽ കയറി കിടന്നത്. എനിക്ക് ആ പെണ്ണ് എന്റെ സിന്ധുമോളെ പോലെയാ. പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിങ്ങൾ എന്തിനാ കൂടെ കൂടെ മരിച്ചു വരെ പിടിച്ച് സത്യം ചെയ്യുന്നത്? അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? എനിക്കിപ്പോ വിശ്വാസമായി. നോക്കൂ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാ മതി. ഞാൻ ഒരിക്കലും അങ്ങ് സംശയിക്കരുതായിരുന്നു. അങ്ങ് എന്നോട് ക്ഷമിക്കൂ. എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ട് സംഭവിച്ചതല്ലേ. ഇനി ഒരിക്കലും എന്റെ പ്രഭ ദുഃഖിക്കേണ്ടതില്ല.